അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചത് എന്താണ്? നെപ്പോളിയൻ്റെ ഭരണ പരിഷ്കാരങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചത് അല്ലേ? എല്ലാം ഓർമ്മയുണ്ടാവുമെന്നാണ് കരുതുന്നത്. അപ്പോൾ നമ്മളുടെ അടുത്ത ടോപ്പിക് എന്താ? ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം. നമ്മൾ ഓൾറെഡി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു കഴിഞ്ഞു അല്ലേ? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുമ്പോൾ അത് ഏത് അമേരിക്കയാണ്? അത് വടക്കേ അമേരിക്കയാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ലാറ്റിൻ അമേരിക്കൻ അഥവാ തെക്കേ അമേരിക്കയുടെ ചരിത്രമാണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇതുവരെ എസ് എ ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല. 6 മാർക്കിന് എസ് ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷേ ഒരു 3 ലീഡേഴ്സിൻ്റെ പേര്, ഇപ്പോൾ ഫ്രാൻസിസ്കോ മിറാൻഡ, സൈമൺ ബൊളീവർ, ജോസ് ഡി സാൻ മാർട്ടിൻ, ഈ 3 ലീഡേഴ്സിൻ്റെ പേര് എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും പഠിക്കണം. ഓക്കെ അല്ലേ? വേണമെങ്കിൽ ഈ ഓണപ്പരീക്ഷയൊക്കെ എന്ത് ചെയ്യാം, ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ കൂടിയാണിത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന് വേണ്ടിയിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മൾ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതായത് വടക്കേ അമേരിക്കയിലേക്ക് 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലീഷുകാർ വരികയും 13 കോളനികൾ വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ സ്ഥാപിക്കുകയും ചെയ്തു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ വടക്കേ അമേരിക്കയിലേക്ക് 18-ാം നൂറ്റാണ്ടിൽ വന്ന ആൾക്കാർ ആരാണെന്നുള്ള കാര്യം നമുക്കറിയാം. അതാരാണ്? അത് ഇംഗ്ലീഷുകാരാണ് അല്ലേ? അതേപോലെ തെക്കേ അമേരിക്കയിലേക്ക് കുടിയേറി വന്നിട്ടുള്ള ആൾക്കാരാണ് 2 ആൾക്കാരുണ്ട്. ഒന്ന് സ്പെയിൻകാരാണ്, 2 പോർച്ചുഗീസുകാരാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് തെക്കേ അമേരിക്കയാണെന്ന് വെറുതെ ഒന്ന് വിചാരിക്ക്. ഓക്കെ, ഈ തെക്കേ അമേരിക്കയിലേക്ക് വന്ന 2 ആൾക്കാർ ആരൊക്കെയാണ്? ഒന്ന് സ്പെയിൻകാരാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. രണ്ടാമതായിട്ട് പോർച്ചുഗീസുകാരാണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. ഇനി ഇവരിങ്ങോട്ടേക്ക് വരുന്നുണ്ട്, തെക്കേ അമേരിക്കയിലേക്ക് വരുന്നുണ്ട്. അവർ വന്നതിന് ശേഷം എന്തോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവർ അവരുടെ ഭാഷ അല്ലേ, അവരുടെ മതം, അവരുടെ സംസ്കാരം, ഓക്കെ അല്ലേ? സംസ്കാരം ഇതൊക്കെ എവിടെ പ്രചരിപ്പിക്കുന്നുണ്ട്? തെക്കേ അമേരിക്കയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് അല്ലേ? സംസ്കാരം, അതേപോലെ തന്നെ ആചാരങ്ങൾ, ഓക്കെ അല്ലേ? ആചാരങ്ങൾ ഇതൊക്കെ എവിടെ പ്രചരിപ്പിക്കുന്നുണ്ട്? തെക്കേ അമേരിക്കയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇനി ഈ 2 വിഭാഗക്കാരിൽ ഏറ്റവും ശക്തരായിട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞത് ആരായിരുന്നു? അത് സ്പെയിൻകാരായിരുന്നു എന്നുള്ള കാര്യം കൂടി അവിടെ ഒന്ന് ഓർത്ത് വെക്കണം. ഓക്കെ അല്ലേ? ഇനി സ്പെയിൻകാർ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രചരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് ഞാൻ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ഇനി നോക്കിയേ, എന്തൊക്കെയാണ് സ്പെയിൻകാർ അവരുടെ ഭാഷ ഇവിടെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അവരുടെ ഭാഷ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് സ്പാനിഷ് ഭാഷയായിരിക്കും അല്ലേ? അവരുടെ മതം ഇവിടെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ അവരുടെ സ്പാനിഷ് ശൈലിയിലുള്ള വീടുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് അല്ലേ? അതേപോലെ തന്നെ അവരുടെ ദേവാലയങ്ങൾ അല്ലേ? ദേവാലയങ്ങൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. സൗത്ത് അമേരിക്കയിൽ അവർ സ്ഥാപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അവരുടെ കൃഷി രീതികൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ സൗത്ത് അമേരിക്കയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലേ? കൃഷി രീതി എന്ന് പറയുമ്പം അതിലെന്ത് കൂടി ഉണ്ടാവും? കാർഷിക വിളകൾ കൂടി ഉണ്ടാവും അല്ലേ? കാർഷിക വിളകൾ കൂടി എവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്? തെക്കേ അമേരിക്കയിൽ അവർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? എല്ലാത്തിലും ഉപരി അവരുടെ രോഗങ്ങൾ, ഓക്കെ അല്ലേ? രോഗങ്ങളും എവിടെ പ്രചരിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എവിടെ പടർത്തിയിട്ടുണ്ട്? തെക്കേ അമേരിക്കയിൽ പടർത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസ രീതികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഓക്കെ അല്ലേ? വിദ്യാഭ്യാസ രീതികളൊക്കെ ഇവിടെ പ്രചരിപ്പിച്ചിട്ടുണ്ട്, തെക്കേ അമേരിക്കയിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. മാത്രമല്ല എല്ലാ രീതിയിലും സൗത്ത് അമേരിക്കക്കാരെ ഭയങ്കരമായിട്ട് ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? ചൂഷണം ചെയ്തിട്ടുണ്ട് അല്ലേ? വംശീയമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അവരെ അധിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഇവിടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? ഇത്ര പോലെ കാര്യങ്ങൾ എന്ത് ചെയ്യുക? നിർബന്ധമായിട്ടും ഓർത്തിരിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ സ്പെയിൻകാരും പോർച്ചുഗീസുകാരും തങ്ങളുടെ ഭാഷയും മതവും ആചാരവും അവിടെ പ്രചരിപ്പിച്ചു. എവിടെ പ്രചരിപ്പിച്ചു? തെക്കേ അമേരിക്കയിൽ പ്രചരിപ്പിച്ചു. സ്പാനിഷ് ശൈലിയിലുള്ള വീടുകളും ദേവാലയങ്ങളും നിർമ്മിക്കുകയും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. ഓക്കെ അല്ലേ? ഇനി സ്പാനിഷ് കൃഷിരീതികളും കാർഷിക വിളകളും എവിടെ നടപ്പിലാക്കി? കോളനികളിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? മാത്രമല്ല യൂറോപ്പിൽ നിന്ന് പുതിയ രോഗങ്ങൾ ലാറ്റിൻ അമേരിക്കൻ ജനതയിലേക്ക്
പകരുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഇവിടെ ചെയ്യുന്നത് കൊണ്ടുള്ള പ്രശ്നം എന്താണ്? പ്രശ്നം എന്തുണ്ട്? പ്രശ്നങ്ങൾ എന്തും കൊണ്ട്, ഇപ്പോൾ ഭാഷ പ്രചരിപ്പിക്കുന്നത് കൊണ്ടോ മതം പ്രചരിപ്പിക്കുന്നതുകൊണ്ടോ വീട് നിർമ്മാണ രീതി, ദേവാലയങ്ങൾ, കൃഷി രീതി, വിദ്യാഭ്യാസം, ഇതൊക്കെ പ്രചരിപ്പിക്കുന്നതുകൊണ്ട് പ്രശ്നം എന്താണ്? പ്രശ്നങ്ങളുണ്ട്. ഉണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട് അല്ലേ? എന്താണ് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ കാർഷിക വിളകൾ അപ്ലൈ ചെയ്താൽ നമുക്ക് ഒരു 4ാമത്തെ ചാപ്റ്ററിൽ പറയാനുണ്ട് കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് നമുക്ക് പറയാനുണ്ട്. എന്താണ് കൃഷിയുടെ വാണിജ്യവൽക്കരണം? അതായത് ഫുഡ് ക്രോപ്സ്, ഈ ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് യൂറോപ്യന്മാർ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യക്കാരെ പ്രേരിപ്പിക്കുന്നുണ്ട്. അതേപോലെ അത് ആർക്ക് വേണ്ടിയിട്ടാണ്? അവർക്ക് വേണ്ടിയിട്ടാണ്. ചുരുക്കി പറഞ്ഞാൽ തെക്കേ അമേരിക്കക്കാർക്ക് വേണ്ടിയിട്ട് സ്പെയിൻകാർക്ക് വേണ്ടിയിട്ട് തെക്കേ അമേരിക്കക്കാർ എന്ത് ചെയ്യേണ്ടി വരും? അവരുടെ വിളകൾ കൃഷി ചെയ്തിട്ട് അത് അവർക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ മാത്രം ആലോചിക്കുക. എന്താണ്? തെക്കേ അമേരിക്കയിലേക്ക് സ്പെയിൻകാരും പോർച്ചുഗീസുകാരും വന്നിട്ടുണ്ട്. അവരവരുടെ ഭാഷ, മതം, സംസ്കാരം, ആചാരങ്ങളൊക്കെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്രബല വിഭാഗമായിരുന്നു സ്പെയിൻകാർ. അവരുടെ ഭാഷ, മതം, വീട് നിർമ്മാണ രീതി, ദേവാലയങ്ങളുടെ നിർമ്മാണം, കൃഷി രീതികൾ, കാർഷിക വിളകളുടെ വരവ്, പിന്നെയോ വിദ്യാഭ്യാസ രീതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. രോഗങ്ങൾ പടർത്തിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇപ്പോൾ ഇവിടെ പറഞ്ഞൊരു കാരണം, യൂറോപ്പിൽ നിന്ന് പുതിയ രോഗങ്ങൾ ലാറ്റിൻ അമേരിക്കൻ ജനതയിലേക്ക് പകർന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്കറിയാം അല്ലേ, ഒരു കാലത്ത് യൂറോപ്പിലുള്ള ഒരു വലിയൊരു വിഭാഗം ജനങ്ങളെയും കൊന്നൊടുക്കിയിട്ടുള്ളൊരു രോഗമായിരുന്നു ഇത് പ്ലേഗ്. ഈ പ്ലേഗ് എന്ന് പറഞ്ഞ സാധനം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വരുന്നത് എവിടെ നിന്നാണ്? അത് യൂറോപ്പിൽ നിന്നാണ്. അപ്പോൾ തെക്കേ അമേരിക്കയിൽ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ എന്തിട്ടുണ്ടാവാം? അവർ അല്ലേ പകർന്ന് നൽകിയിട്ടുണ്ടാവാം. നല്ലൊരു കാര്യമല്ലല്ലോ, നല്ലൊരു കാര്യമല്ല. പിന്നെയോ എല്ലാ രംഗങ്ങളിലും വംശീയ വിവേചനം പുലർത്തിയിട്ടുണ്ട് എന്നുകൂടി അവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലേ? എല്ലാ രംഗങ്ങളിലും വംശീയ വിവേചനം വെച്ച് പുലർത്തി. ഓക്കെ അല്ലേ? പിന്നെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഒരു 3 ലീഡേഴ്സിൻ്റെ പേര് നിങ്ങൾ പഠിച്ചു വെക്കണം അല്ലേ? ജോസ് ഡി സാൻ മാർട്ടിൻ അല്ലേ? ജോസെ ഡി സാൻ മാർട്ടിൻ, അതേപോലെ തന്നെ ഫ്രാൻസിസ്കോ മിറാൻഡ, സൈമൺ ബൊളീവർ. ഈ 3 ആൾക്കാരുടെ പേര് എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ജോസ് ഡി സാൻ മാർട്ടിൻ, ഓക്കെ അല്ലേ? രണ്ടാമത്തെ ആളാരാന്ന്? ഫ്രാൻസിസ്കോ മിറാൻഡ. ഓക്കെ അല്ലേ? അടുത്തതോ സൈമൺ ബൊളീവർ. എഴുതുന്നത് മനസ്സിലാവുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഇങ്ങനെ വായിക്കുമോ അത് കേട്ടോ? സൈമൺ ബൊളീവർ. ഓക്കെ അല്ലേ? ജോസ് ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിറാൻഡ, സൈമൺ ബൊളീവർ. ഓക്കെ, ഇത്രയും ആൾക്കാരാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ നിർബന്ധമായിട്ട് എങ്ങനെ പഠിക്കുക? ജോസ് ഡി സാൻ മാർട്ടിൻ, അതേപോലെ തന്നെ ഫ്രാൻസിസ്കോ മിറാൻഡ, സൈമൺ ബൊളീവർ എന്നുള്ള 3 പേരുകൾ കൂടി എന്ത് ചെയ്യുക? നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്ര പോരെ മാത്രമേ എന്തുള്ളൂ? ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം നമുക്ക് പറയാനുള്ളൂ. ചെറിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ആ 3 ആൾക്കാരുടെ പേര് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പഠിച്ചാൽ മതി. പിന്നെ ഈ ഒരു പറഞ്ഞ കാര്യം കൂടി എന്ത് ചെയ്യുക? നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. ഇനി അഥവാ ഓണപ്പരീക്ഷയൊക്കെ ചോദിക്കുന്നതാണെങ്കിൽ നമ്മൾ അത് വിടാൻ വേണ്ടി പാടില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ റഷ്യൻ വിപ്ലവം അങ്ങ് തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്ന് എന്ത് ചെയ്യുക? ഈ ഒരു ടോപ്പിക്ക് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക? സുഹൃത്തുക്കൾ കൂടി എന്ത് ചെയ്യുക? ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ അല്ലേ? പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം എന്ത് ചെയ്യുക? ഒന്ന് പരിഗണിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ താങ്ക് യു.